ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയമെന്ന് വെച്ചാൽ, ദൈവം നമ്മളോട് ഏറ്റവും ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയം, ഒരു ഭാഷയാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ദൈവം എന്തിനാണ് വചനം തിരഞ്ഞെടുത്തത് നമ്മളോട് സംസാരിക്കാനായിട്ട്? ഇന്ന് ഇതിലൂടെയാണ് ആഴത്തിൽ വചനത്തെക്കുറിച്ചും ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചും നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വരമാണ് ദൈവിക വചനം എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം വചനമാണ്. അതെല്ലാം തന്നെ പരിശുദ്ധാത്മാ നിവേശിതവുമാണ്. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും ദൈവത്തിൻ്റെ സ്വരമാണ്. ദൈവം തൻ്റെ ഇഷ്ടവും സ്വരവും സത്യവുമൊക്കെ വെളിപ്പെടുത്തുന്നത് ഈ ദൈവികമായിട്ടുള്ള തിരുവചനത്തിൽ നിന്നുമാണ്. ദൈവം നമുക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ തന്നെ ദൈവം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതിന് പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ തമ്പുരാൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, അവിടുന്ന് നമ്മളെ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നു. വചനത്തിലൂടെ നമ്മളെ ഉപദേശിക്കുകയാണ്. രണ്ടാമതായിട്ട്, നമ്മെ തിരുത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട്, നമ്മെ ആശ്വസിപ്പിക്കുന്നു. നാലാമതായിട്ട്, നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ദിശ അല്ലെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവിക വചനത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വചനമില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഇരുട്ട് നിറഞ്ഞൊരവസ്ഥയാണ്. അതേസമയം വചനം ഒരു കുടുംബജീവിതത്തിൽ ഒരു വ്യക്തിക്കുള്ളിലോ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടം പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119, 105 തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാകുന്നുവെന്ന്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഓരോ പ്രശ്നത്തിനും നമുക്ക് ഉത്തരം നൽകുകയാണ് കർത്താവ്. നമ്മുടെ സംശയങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഭയത്തിനും നമ്മുടെ തീരുമാനങ്ങൾക്കും ഒക്കെ തന്നെ കർത്താവ് ഉത്തരം നൽകുന്നത് ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ്. ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ ചില വചനങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എടുക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കും. ഒരു പ്രത്യേക സന്തോഷവും ആനന്ദവും ഒക്കെ നമുക്ക് ലഭിക്കും. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം, വളരെ വലിയൊരു ദുഃഖത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് കർത്താവിനോടൊന്ന് ചോദിക്കണമെന്ന് തോന്നി തിരുവചനം തുറക്കുന്ന സമയത്ത് നമുക്കുള്ള ഒരു ഉത്തരം ദൈവം അതിലൂടെ സംസാരിക്കുകയാണ്. ഒരു വചനം ദൈവം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് തരണം. ആ വചനം നമ്മൾ വായിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ സങ്കടം മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം സംസാരിക്കുന്നതിൻ്റെ ഒരടയാളം അതാകുന്നു ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. കാരണം ദൈവം നമ്മളോട് സംസാരിക്കുന്നതിലൂടെ നമ്മുടെ സങ്കടങ്ങൾ പോലും മാറിപ്പോകുന്നു. അവിടെ നമുക്ക് സന്തോഷവും ആനന്ദവും ലഭിക്കുന്നു. നമുക്കൊക്കെ അറിയാം, ദൈവവചനം എന്ന് പറയുന്നത് ഒരായുധമാണെന്ന്. പാപത്തിൽ നിന്നും ഭാരത്തിൽ നിന്നും മാനസിക സംഘർഷത്തിൽ നിന്നുമൊക്കെ തരണം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദൈവിക വചനങ്ങളാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ദൈവം ഒരിക്കലും ദൈവിക വചനങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർക്കുക, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതിനാണ് നമുക്ക് കർത്താവ് ബൈബിള് തന്നിരിക്കുന്നത്.
ഈ ബൈബിളുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള ദൈവമക്കൾക്കറിയാം ദൈവം ഇതിലൂടെ എന്നോട് സംസാരിക്കുന്നു, ആഗ്രഹിക്കുന്നുവെന്ന്. എന്നാൽ ഓർക്കുക, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതൊന്നും തന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളല്ല. പ്രധാനമായിട്ടത് മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. കാരണം സാത്താനും ദൂതൻ്റെ വേഷം കെട്ടി നമ്മുടെ അരികിലേക്ക് വരും. ദൈവത്തിൻ്റെ വചനം വളരെയധികം പെർഫെക്റ്റായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ് സാത്താൻ. അതുകൊണ്ട് തന്നെ വചനത്തെ ആഴത്തിൽ സ്നേഹിക്കുന്നവരെ വഴിതെറ്റിക്കാനായിട്ട് അവൻ ശ്രമിക്കും. സത്യത്തിൽ എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു വ്യക്തമായിട്ടൊരു ആൻസർ തരികയാണെങ്കിൽ അത് ഇപ്രകാരമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരാണ്. നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈ തിരുവചനം പരിശുദ്ധാത്മാ നിവേശിതമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ വഴിതെറ്റി പോകാൻ പാടില്ല. വളരെ സത്യസന്ധമായിട്ടും സ്നേഹത്തോടും കൂടി നമുക്ക് തീർച്ചയായിട്ടും വിശുദ്ധ വേദപുസ്തകം എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഇതെനിക്ക് കർത്താവ് തന്ന വചനമാണ്, ബൈബിളിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മറ്റ് ഒരു പുസ്തകങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നില്ല. ഏറ്റവും അധികം ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വചനത്തിലൂടെയാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർക്കുക, ദൈവത്തിൻ്റെ വചനം, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, എൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദ പുസ്തകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവ് തന്നെയാകുന്നു. നമ്മൾ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ദൈവിക സ്വരവും ദൈവത്തിൻ്റെ സത്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയാനും വേണ്ടിയാണ് കർത്താവ് നമുക്ക് ബൈബിൾ തന്നിരിക്കുന്നത്. ദൈവം എന്തുകൊണ്ടാണ് വചനത്തിലൂടെ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു 3-4 കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. 1, നമ്മെ നയിക്കാൻ വേണ്ടിയിട്ടാകുന്നു. 2, നമ്മൾ സത്യത്തെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. 3, വചനത്തിലൂടെ നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടി. 4, ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കാൻ വേണ്ടി. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ മറ്റൊരിടത്തേക്കും പോകേണ്ട കാര്യമില്ല. തിരുവചനം തുറക്കുക, അവിടെ നമ്മുടെ ഹൃദയം തുറക്കപ്പെടുന്നു എന്നതാണ് പറയുന്നത്. നമ്മുടെ ഹൃദയം തുറക്കപ്പെടും. കാരണം ദൈവത്തിൻ്റെ ശബ്ദം വചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും ദൈവത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ പാടില്ല. ദൈവവചനം അതുകൊണ്ടാണ് കർത്താവ് തന്നിരിക്കുന്നത്. വഴി തെറ്റാൻ പാടില്ല. യഥാർത്ഥ വചനത്തെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് വിശുദ്ധ ബൈബിൾ. അത് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സ്നേഹത്തോടെ കർത്താവിനോട് ചേർന്ന് വചനം പഠിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ ഹൃദയം തുറക്കും, അവിടുന്ന് നിങ്ങളോട് സംസാരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.